ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗളിയുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് 10 ഫേവറേറ്റ് മൂവീസ് ഓഫ് പൃഥ്വിരാജ്. പൃഥ്വിരാജിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 സിനിമകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് അടിച്ച് കണ്ട പൃഥ്വിരാജ് ചിത്രങ്ങളിൽ 10ാം സ്ഥാനത്തുള്ളത് സ്വപ്നക്കൂടാണ്. 2003 പുറത്തിറങ്ങിയ ചിത്രം. കമലായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. പൃഥ്വിരാജിനെ കൂടാതെ കുഞ്ചാക്കോ ബോബനും ജയസൂര്യയും ചിത്രത്തിലുണ്ടായിരുന്നു. മനോഹരമായ ഗാനങ്ങൾ കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ട സിനിമയായിരുന്നു സ്വപ്നക്കൂട്. അതിലെ കുഞ്ഞുൻ എന്ന കഥാപാത്രം പൃഥ്വിരാജ് വളരെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചു. നമ്മളെ വളരെയധികം എൻ്റർടൈൻ ചെയ്യിച്ച ഒരു ക്യാരക്ടറായിരുന്നു കുഞ്ഞുൻ എന്നത്. നമ്പർ 9 ചോക്ലേറ്റ്. 2007 പുറത്തിറങ്ങിയ സിനിമ. ഷാഫിയായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. പൃഥ്വിരാജിനെ കൂടാതെ ജയസൂര്യയും ചിത്രത്തിലുണ്ടായിരുന്നു. വളരെ മനോഹരമായ ഗാനങ്ങളും അതോടൊപ്പം വളരെ മനോഹരമായ കോമഡി രംഗങ്ങളൊക്കെ കൊണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ചോക്ലേറ്റ് എന്നത്. നമ്പർ 8 എന്ന് നിൻ്റെ മൊയ്തി. 2015 പുറത്തിറങ്ങിയ സിനിമ. RS വിമലായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. യഥാർത്ഥ ജീവിതകഥയെ ആസ്പദമാക്കി എടുത്തപ്പോൾ പൃഥ്വിരാജ് അത് തകർത്ത് അഭിനയിച്ചു എന്ന് പറയാം. കാഞ്ചനമാലയുടെയും മൊയ്തീൻ്റെയും ആ ഒരു പ്രണയകഥ ബിഗ് സ്ക്രീനിലെത്തിയപ്പോൾ വളരെയധികം ഇഷ്ടപ്പെടുത്തിയ ഒരു സിനിമയായിരുന്നു എന്ന് നിൻ്റെ മൊയ്തീൻ എന്നത്. പ്രത്യേകിച്ച് പൃഥ്വിരാജിൻ്റെ ഒരു വളരെ മനോഹരമായ അഭിനയം നമുക്ക് കാണുവാൻ സാധിച്ചു. നമ്പർ 7 കടുവ. 2022 പുറത്തിറങ്ങിയ സിനിമ. ഷാജി കൈലാസ് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. ഷാജി കൈലാസിൻ്റെ ഒരു തിരിച്ചുവരവ് കണ്ട ഒരു സിനിമയായിരുന്നു കടുവ എന്നത്. മനോഹരമായ ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും മാസ് രംഗങ്ങൾ കൊണ്ടും ഡയലോഗുകൾ കൊണ്ടും ഗാനങ്ങൾ കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു കടുവ എന്നത്. അതിലെ പാലാപ്പള്ളി എന്നൊരു ഗാനം ഇപ്പോഴും ഫേവറേറ്റ് ലിസ്റ്റുള്ളൊരു ഗാനമാണ് കടുവ. നമ്പർ 6 പുതിയ മുഖം. 2010 പുറത്തിറങ്ങിയ സിനിമ. ദീപനായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. പൃഥ്വിരാജിനെ അടുത്ത ഘട്ടത്തിലേക്ക്, കരിയറിൻ്റെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയൊരു ചിത്രമായിരുന്നു പുതിയ മുഖം എന്നത്. കംപ്ലീറ്റ് ഒരു ആക്ഷൻ ഹീറോയാക്കി പൃഥ്വിരാജിനെ മാറ്റിയ ചിത്രമായിരുന്നു പുതിയ മുഖം. അതിലെ ആ ഒരു ഇൻ്റർവെൽ സീക്വൻസൊക്കെ വളരെയധികം ഇഷ്ടമുള്ളൊരു സീക്വൻസാണ്. ആ പുതിയ മുഖം എന്നുള്ളത് പറഞ്ഞാൽ പാട്ടും ആ ഒരു BGM പൃഥ്വിരാജ് ഇങ്ങനെ നടന്നു വരുന്നത് വളരെ ഗൂസ് ബംസ് ഉളവാക്കിയൊരു സീനായിരുന്നു ആ ഇൻ്റർവെൽ സീക്വൻസൊക്കെ. അതിനെ വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് പുതിയ മുഖം എന്നത്. നമ്പർ 5 ക്ലാസ്മേറ്റ്സ്. 2006 പുറത്തിറങ്ങിയ സിനിമ. ലാൽ ജോസ് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. പൃഥ്വിരാജിനെ കൂടാതെ ഇന്ദ്രജിത്തും ജയസൂര്യയും ചിത്രത്തിലുണ്ടായിരുന്നു. വളരെ മനോഹരമായ ഗാനങ്ങൾ കൊണ്ടും വളരെയധികം ദിവസങ്ങൾ നിറഞ്ഞോടിയ സിനിമയായിരുന്നു ക്ലാസ്മേറ്റ്സ് എന്നത്. പ്രത്യേകിച്ച് എൻ്റെ കൽബിലെ എന്നുള്ളൊരു ഗാനമൊക്കെ സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നു ആ ഒരു സമയത്ത് 2006. നമ്പർ 4 ആദം ചോണ്. 2017 പുറത്തിറങ്ങിയ സിനിമ. ജിനൂബി അബ്രഹാം ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. അതും ഈ പറഞ്ഞ പോലെ വളരെ മനോഹരമായ വിഷ്വൽസും വളരെ മനോഹരമായ സിനിമാറ്റോഗ്രാഫിയും വളരെ മനോഹരമായ പാട്ടുകളും, പ്രത്യേകിച്ച് അതിലെ ഈ കാറ്റ് വന്ന് കാതിൽ പറഞ്ഞു എന്നുള്ളൊരു പാട്ടൊക്കെ ഇപ്പോഴും ഫേവറേറ്റ് ലിസ്റ്റിലുള്ളൊരു സോങ്ങാണത്. വീണ്ടും കാണണമെന്ന് തോന്നുന്ന ഒരു സിനിമയാണ് ആദം ജോൺ എന്നത്. സ്കോട്ട്ലൻഡിലായിരുന്നു ചിത്രം ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിഷ്വൽസൊക്കെ വളരെ മനോഹരമായിരുന്നു. ഒരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു ആദം ജോൺ. നമ്പർ 3 അമർ അക്ബർ അന്തോണി. 2015 പുറത്തിറങ്ങിയ സിനിമ. നാദൃശ്യായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. അതും ഈ പറഞ്ഞ പോലെ വളരെ മനോഹരമായ കോമഡി രംഗങ്ങൾ കൊണ്ട് നമ്മളെ വീണ്ടും കാണണമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സിനിമയാണ് അമർ അക്ബർ അന്തോണി എന്നത്. പൃഥ്വിരാജിനെ കൂടാതെ ജയസൂര്യയും ഇന്ദ്രജിത്തും ആസിഫ് അലിയും ചിത്രത്തിലുണ്ടായിരുന്നു. വളരെ മനോഹരമായ കോമഡി രംഗങ്ങൾ കൊണ്ട് വീണ്ടും കാണണമെന്ന് തോന്നുന്ന ഒരു സിനിമയാണ് അമർ അക്ബർ അന്തോണി എന്നത്. 2ാം സ്ഥാനത്തുള്ളത് നമ്പർ 2 അനാർക്കലി. 2015 പുറത്തിറങ്ങിയ സിനിമ. സച്ചിയായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. ലക്ഷദ്വീപിൻ്റെ മനോഹാരിതയെ വളരെ മനോഹരമായിട്ട് നമ്മുടെ മുന്നിൽ എത്തിച്ചൊരു സിനിമയായിരുന്നു അനാർക്കലി എന്നത്. പൃഥ്വിരാജിൻ്റെ മനോഹരമായൊരു റൊമാൻറ്റിക് ചിത്രമായതുകൊണ്ട് തന്നെ അത് വീണ്ടും കാണണമെന്ന് തോന്നുന്നൊരു ചിത്രമായിരുന്നു അനാർക്കലി എന്നത്. മനോഹരമായ ഗാനങ്ങൾ കൊണ്ടും മനോഹരമായ വിഷ്വൽസ് കൊണ്ടും ലക്ഷദ്വീപിൻ്റെ മനോഹാരിത കൊണ്ടും വീണ്ടും കാണണമെന്ന് തോന്നുന്ന ഒരു റൊമാൻറ്റിക് ചിത്രം, സസ്പെൻസ് കൊണ്ടും എല്ലാം കൊണ്ടും നല്ലൊരു സിനിമയായിരുന്നു അനാർക്കലി എന്നത്. ആൻഡ് നമ്പർ 1 ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ട പൃഥ്വിരാജ് ചിത്രം, ഇനിയും വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്ന പൃഥ്വിരാജ് ചിത്രം, അത് 2010 പുറത്തിറങ്ങിയ താന്തോന്നിയാണ്. ജോർജ് വർഗീസ് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. കംപ്ലീറ്റ് മാസ് പാക്കേജ് ആയിരുന്നു ചിത്രം. പൃഥ്വിരാജിൻ്റെ ഒരു മാസ് ആക്ഷൻ സിനിമ. മാസ് ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും മാസ് ഡയലോഗുകൾ കൊണ്ടും BGM കൊണ്ടും എല്ലാം കൊണ്ടും കംപ്ലീറ്റ് മാസ്സായിട്ടൊരു പടമായിരുന്നു താന്തോന്നി എന്നത്. അതിലെ വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ് എന്ന കഥാപാത്രം അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്തു. പ്രത്യേകിച്ച് വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിനോട് ഉടക്കാൻ നിൽക്കല്ലേ, ഉടച്ച് കയ്യിൽ തരും ഞാൻ എന്നുള്ള ആ ഒരു ഡയലോഗൊക്കെ വളരെയധികം ഗൂംസ് ബംസ് ഉളവാകുന്ന ഡയലോഗ്സ് ആയിരുന്നു. പ്രത്യേകിച്ച് BGM ഒക്കെ വളരെയധികം ഗൂംസ് ബംസ് ഉളവാകുന്ന BGM ആണ്. വളരെ മനോഹരമായ ഒരു സിനിമയാണത്. വീണ്ടും കാണണമെന്ന് തോന്നുന്ന ഒരു സിനിമയാണ്. ഇനി എത്ര മാസ് സിനിമകൾ ഇറങ്ങിയാലും
തോന്നിയുടെ തട്ട് താന്ന് തന്നെ ഇരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.